നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഈഗിളിന്റെ ഇമേജ് ഇതേപോലെ എങ്ങനെയാണ് ഔട്ട്ലൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഞാനിവിടെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ റെഫറൻസിന്റെ ബേസിക് ഷേപ്പാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഇതിന്റെ ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ വരയ്ക്കുകയാണ്. ബോഡി ഒരു ഓവൽ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഹെഡിന്റെ മേലെ ഒരു സർക്കിൾ ഷേപ്പ് ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് പേപ്പറിലോട്ട് അതേപോലെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ആണോ വരയ്ക്കാൻ എടുക്കുന്നത് അതിൻ്റെ ബേസിക് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ആദ്യം പേപ്പറിലോട്ട് വരയ്ക്കുക. അങ്ങനെ ബേസിക് ഷേപ്പ് വരച്ചിട്ട് വേണം ഇതേപോലെയുള്ള ഒബ്ജക്റ്റൊക്കെ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒബ്ജക്റ്റിലൊരു ബേസിക് ഷേപ്പ് വരച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സർക്കിൾ ഷേപ്പ് പേപ്പറിലോട്ടും നീറ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത്, അതായത് ബേസിക് ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാനിവിടെ ക്യാമറയിൽ നിങ്ങൾക്കൊന്ന് നേരെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഡാർക്ക് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ബേസിക് ഷേപ്പ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊക്കിന്റെ ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ സർക്കിളിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് എൻ്റെ കൊക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എല്ലാം നോക്കി മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതേപോലെ എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക, ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഷേപ്പിന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആവണം എന്നില്ല. ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് മെല്ലെ മെല്ലെ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പിലോട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഒരു ലിപ്പിൻ്റെ പോർഷനെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കുകയാണ്. അതിൻ്റെ മേലെ കാണുന്ന ഒരു ലൈൻസും പാറ്റേൺസും എല്ലാം ഇതേപോലെ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ ഒരു അനിമൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ എന്താണോ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് അതിൻ്റെ ബേസിക് ഷേപ്പ് ഉണ്ടായിരിക്കും. എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റെ ബേസിക് ഷേപ്പ് ഉണ്ടായിരിക്കും. സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ബേസിക് ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിക് ഷേപ്പ് എന്താണ്, നമ്മൾ വരയ്ക്കാൻ എടുത്ത റെഫറൻസിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു ഷേപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ ഒബ്ജക്റ്റിനും ബേസിക് ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബേസിക് ഷേപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം അത് നമ്മൾ ആദ്യം പേപ്പറിലോട്ട് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു ബേസിക് ഷേപ്പിൽ നിന്ന് മെല്ലെ മെല്ലെ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ കൊക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഒരു കഴുത്തിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. പിന്നീട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇതൊരു ഫൈനൽ ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ആദ്യം വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. പിന്നീട് നമുക്കതിന് മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. പിന്നീട് ഒരു ബോഡിയുടെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുന്നത്. ഒരു ഷേപ്പ് ഏകദേശം മനസ്സിലാക്കിയിട്ട് അത് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ബാക്കിലായിട്ട് കാണുന്ന ഒരു ചിറകിൻ്റെ പോർഷൻ, അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ബോഡിയുടെ പോർഷനും ചിറകിൻ്റെ പോർഷനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ബോഡിയിലായിട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു ചിറകിൻ്റെ പോർഷൻ ഉണ്ട്. ഒരു ഓവൽ ഷേപ്പിലാണ് ഉള്ളത്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അതും ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളൊരു അനിമലിനെ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബേഡിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവുക കേട്ടോ. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഗൈഡ് ലൈൻസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കഴുത്തിൽ കുറച്ച് വൈറ്റ് തൂവലുണ്ട്, അതിൻ്റെ ഒരു ബേസ് ഷേപ്പ് നോക്കി ഇതേപോലെ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്യുക, തൂവലിൻ്റെ ഓരോരോ പോർഷൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴുത്ത് വരയ്ക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ ഓരോ തൂവലും ആദ്യം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ടോട്ടൽ അതിൻ്റെ വണ്ണവും വീതിയോ അല്ലെങ്കിൽ ഷേപ്പെല്ലാം ടോട്ടലി മാറിപ്പോകുന്നുണ്ടാവുക. ഇവിടെ ഞാൻ ചെയ്തത് എന്താ, ഒരു ടോട്ടൽ അത്രയും ഒരു വൈറ്റ് തൂവലിൻ്റെ കഴുത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ തൂവലിൻ്റെ ഔട്ട്ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിക് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ടോട്ടൽ ഈ ഒരു ഈഗിളിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ബേസിക് ഷേപ്പ് വരച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ പോർഷൻ വരച്ചിട്ടുണ്ട്, കൊക്കിൻ്റെ പോർഷൻ വരച്ചിട്ടുണ്ട്, തലയുടെ പോർഷൻ വരച്ചിട്ടുണ്ട്, ചിറകിൻ്റെ പോർഷൻ വരച്ചിട്ടുണ്ട്, ടോട്ടൽ ബോഡിയുടെ പോർഷൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
ചെയ്യാം ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട ടൈമാണ്. അതായത് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പ് ഈ ഒരു ബേസിക് ഷേപ്പിൽ നിന്നും നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം വരച്ചിട്ടുള്ള ബേസിക് ഷേപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് അതിനൊക്കെ ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ കഴുത്തിൻ്റെ ഓരോ തൂവലിൻ്റെ ഡീറ്റെയിലിംഗ് ഇതേപോലെ ആ ഒരു ബേസിക് ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കഴുത്തിൽ ഓരോരോ തൂവലായിട്ടാണ് ഉള്ളത്. അപ്പോൾ തൂവലിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. എല്ലാം ഒരേ ഡയറക്ഷനിൽ വരയ്ക്കരുത്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് അടുത്തതായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണ്. ഇതേപോലെ തൂവലൊക്കെ അല്ലെങ്കിൽ ഹെയർ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് എല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് വരയ്ക്കും. അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അതിന് ഒബ്സർവേഷൻ എന്നാണ് പറയുക. റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ഒരു തൂവൽ പോലെ അതേപോലെ തന്നെ ഒരിക്കലും വേറൊരു തൂവൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറൊരു ഹെയർ ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ ഷേപ്പും യുണീക്ക് ആയിരിക്കും. ഓരോ തൂവലും യുണീക്ക് ആയിട്ടുള്ള വേറെ വേറെ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഷേപ്പും ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം വളരെ ലൈറ്റ് ആയിട്ട് വേണം ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോരോ തൂവലായിട്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ ആ ഒരു തൂവലിൻ്റെ പോർഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കാതിരിക്കുക. ഒരുപാട് ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരുപാട് ഡാർക്കായിട്ട് നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പേപ്പറിലെ കുഴിയൊക്കെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവിടെയും ഒരു തൂവൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാവിടെയും ഡാർക്കർ ആയിട്ടുള്ള ഔട്ട്ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. റിയലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ഒരിക്കലും ഔട്ട്ലൈൻ ഉണ്ടാവില്ല. അവിടെ ഷെയ്ഡ്സ് ആണ് ഉണ്ടാവുക, ലൈറ്റ് ആൻഡ് ഷാഡോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡാർക്കായിട്ട് ഔട്ട്ലൈൻ ആവശ്യമുള്ളവിടെ മാത്രമാണ് നമുക്ക് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ വരയ്ക്കുക. പിന്നെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളവിടെ നമുക്ക് ഡാർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഡാർക്കായിട്ട് വരയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്കൊരു കണ്ണിൻ്റെ പോർഷനൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പുരുകത്തിൻ്റെ ലൈൻ ഉണ്ടല്ലോ, വളരെ ഷാർപ്പായിട്ട് നോക്കുന്ന ഒരു കണ്ണാണ്, അല്ലെങ്കിൽ ഒരു പുരുകമാണ്, ഒരു ഫേസാണ് നമ്മുടെ ഈഗിളിനുള്ളത്. പ്രത്യേകിച്ച് ഈഗിൾ കോമൺലി അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഷാർപ്നെസ് കറക്റ്റായിട്ട് വരുമ്പോഴായിരിക്കും ഈഗിളിൻ്റെ ഫേസിൻ്റെ ഒരു അതേപോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു ഡയറക്ഷനൊക്കെ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഷാർപ്നെസ് തോന്നിക്കുന്നത് മെയിനായിട്ട് ഒരു പുരുകമാണ്. ആ ഒരു പുരുകത്തിൻ്റെ ഷേപ്പും ഒരു കണ്ണിൻ്റെ ഷേപ്പുമാണ് ആ ടോട്ടലി ആ ഒരു ഷാർപ്നെസ് തോന്നിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് നമ്മളവിടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു പുരുകത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഡയറക്ഷനിൽ കറക്റ്റ് സെൻട്രലായിട്ട്, ഏകദേശം സെൻട്രലായിട്ടാണ് അതിൻ്റെ കണ്ണിൻ്റെ പോർഷൻ വരുന്നത്. അതും ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ണാണ് കേട്ടോ. ഒരു സർക്കിൾ ഷേപ്പാണ്, ഒരു ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പാണ് അവിടെ വരുന്നത്. പിന്നെ കൃഷ്ണമണിയുടെ പോർഷൻ എല്ലാം വരുന്നുണ്ട്. അതെല്ലാം നീറ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് ഒരു ഒബ്ജക്റ്റ്, ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ പോയിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാതെ ബേസിക് ഷേപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഇതിൻ്റെ ഷെയ്ഡിങ് പാർട്ട് ഞാൻ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക. അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്കിത് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും ഔട്ട്ലൈൻ വരച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.